ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്ര നാളെ തലസ്ഥാന നഗരിയിൽ സമാപനം കുറിക്കുന്നത്. തീർച്ചയായിട്ടും കാലങ്ങളായി, കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകൾക്കെതിരെയുള്ള ഒരു താക്കീതായി മാറുകയായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിലൂടെ ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തലസ്ഥാന നഗരിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്ര. തീർച്ചയായിട്ടും ആ ഒരു അവകാശ സംരക്ഷണ യാത്രയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, യാത്രയുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം നേടാൻ സാധിച്ചിട്ടുണ്ട്? ഈ ഒരു യാത്ര കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവരുടെ അവകാശങ്ങൾക്കെതിരെ ഒരു നിഷേധാത്മക മനോഭാവം സ്വീകരിക്കുന്ന ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഒരു താക്കീതായി മാറിയോ? ഒപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുവാനുള്ള ഒരു വേദിയായി ഈ അവകാശ സംരക്ഷണ യാത്ര മാറുകയാണോ? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇനി ഈ ചർച്ചയിൽ, ഈ യാത്രയിലുടനീളം പങ്കെടുത്ത കത്തോലിക്ക കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുകിയിൽ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മനു ജെ വരാപ്പള്ളി, ഒപ്പം തന്നെ ശ്രീമതി ട്രീസ ലിസ് സെബാസ്റ്റ്യൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്ര കഴിഞ്ഞ ഒക്ടോബർ 13 കാസർഗോഡ് നിന്നും ആരംഭിച്ചത്. നമുക്കറിയാം, വിവിധ കേന്ദ്രങ്ങളിൽ സഭയുടെ അഭിമന്യ പിതാക്കന്മാർ വളരെ ഉജ്ജ്വലമായിട്ടുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ തന്നെയാണ് ഈ യാത്രയ്ക്ക് സ്വീകരണം നൽകിക്കൊണ്ട് അവർ പങ്കുവച്ചത്. മാത്രമല്ല, സഭയുടെ ആകമാനമുള്ള ഒരു വേദന, അവഗണനയ്ക്കെതിരെ സഭയുടെ ആകമാനമുള്ള ഒരു വേദന കൂടി അഭിമന്യ പിതാക്കന്മാരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ അവകാശ സംരക്ഷണ യാത്രയിൽ ഉടനീളം പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എത്രത്തോളം ഗുരുതരമാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു അവസ്ഥ? വിവിധ കേന്ദ്രങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങൊന്ന് വ്യക്തമാക്കാമോ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ? ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരും ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരും തികച്ചും അവഗണിക്കപ്പെടുകയാണ് ഭരണ സംവിധാനത്തിൽ ഉടനീളം. വളരെ തന്ത്രപരമായ, വളരെ ഗൂഢലക്ഷ്യത്തോടുള്ള സമീപനമാണ് ഇക്കാര്യങ്ങളിൽ പൊതുവിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ നിർത്താനായിട്ട്. കേരളത്തിന്റെ കർഷകന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയാം. ഈ യാത്രയുടെ മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചിരുന്നത് നീതി അവകാശമാണ്, നീതി ഔദാര്യമല്ല. കാരണം നീതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു സംഗതിയാണ്. സകല ജനങ്ങൾക്കും നീതി ഉറപ്പാക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യയിൽ ഉള്ളത്. അതിൽ തന്നെ നാനാജാതി മതസ്ഥരായിട്ടുള്ള വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭാരതത്തിന്റെ വൈവിധ്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ചെറിയ വിഭാഗത്തിനും വലിയ വിഭാഗത്തിനും ഒക്കെ നീതി ഉറപ്പാക്കുന്ന നിയമങ്ങളാണ്, അല്ലെങ്കിൽ വകുപ്പുകളാണ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, സാംസ്കാരികമായ പ്രത്യേകതയുള്ള ആളുകൾ തുടങ്ങി എല്ലാവർക്കും ഈ നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ കൊണ്ടുവന്നത്. ന്യൂനപക്ഷ അവകാശം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് അത് പ്രത്യേക അവകാശമാണെന്നാണ്. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിനുള്ള മൗലിക അവകാശങ്ങൾ ന്യൂനപക്ഷത്തിനും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ വകുപ്പാണ്, അല്ലാതെ പ്രത്യേക ഒരു അധികാരമല്ല. പക്ഷെ ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളിൽ ചിലർക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക്, ഈ സംരക്ഷണമായുള്ള ഈ ന്യൂനപക്ഷ അവകാശങ്ങളിൽ പലതും നിഷേധിക്കപ്പെടുന്നു. അതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഉണ്ട്. ഈ ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കേസ് നമുക്കറിയാം. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ സമാന സ്വഭാവമുള്ള എല്ലാ സൊസൈറ്റികൾക്കും ബാധകമെന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ് ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകാം എന്നുള്ളത്. എന്നാൽ കേരളത്തിൽ അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സ്കൂളുകൾക്ക് അത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ, ആ കമ്മീഷന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി, അതായത് കേരള മുഖ്യമന്ത്രിയുടെ മുൻ ഗവൺമെന്റ് ആണ് ആ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഈ പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ 2023 JB കോശി കമ്മീഷൻ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഉടൻ തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുത്ത് നടപ്പാക്കുമെന്ന്. ഇപ്പൊ 2.5 വർഷമായി, 29 മാസം കഴിഞ്ഞു, 30 മാസത്തേക്ക് അടുക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട്. ഇതുവരെയും ആ റിപ്പോർട്ട് വെളിച്ചം കാണിക്കുവാനോ അതിലെ കാര്യങ്ങൾ പറയുവാനോ തയ്യാറായിട്ടില്ല. എന്നാൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഇത് ചില കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കും, ചിലത് നടപ്പാക്കാൻ പറ്റില്ല, നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു തരത്തിൽ ധിക്കാരപരമായ രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആരെ ചോദിക്കാൻ എന്നുള്ള മട്ടിലുള്ള ഒരു സമീപനമാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്നത്. ക്രൈസ്തവരുടെ നീതി നിഷേധിക്കുകയാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നത് ക്രൈസ്തവരുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാരായ സമുദായത്തിൽ താഴ്ന്ന നില, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്കാണ് നീതി നിഷേധിക്കപ്പെടുന്നത്. ഇത് ഞങ്ങൾ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി സാധാരണക്കാരുടെ നീതി നിഷേധിക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് അത് നിൽക്കുന്നത്? സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റ് ആണോ ഇവിടെ ഉണ്ടാകേണ്ടത് എന്നൊരു ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതേ പ്രശ്നം തന്നെയാണ് കാർഷിക മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ. കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് മതവും ജാതിയും ഒന്നും ഇല്ല, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും കാർഷിക മേഖലയിലുണ്ട്. കാർഷിക മേഖലയിൽ കടന്നു കഴിഞ്ഞാൽ കർഷകരുടെ വിഷയങ്ങൾ വരുമ്പോൾ ഗവൺമെന്റിന് ഒരു മൗനമോ അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പോ ആണ്. ജനസംഖ്യയുടെ 70% വരുന്ന സാധാരണക്കാര്, തൊഴിലാളികൾ, കർഷകര്, ഇവർക്കൊക്കെയും നീതി നിഷേധിക്കുന്ന ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ ഉൽപ്പന്നത്തിന് വിലയില്ല, അവരുടെ ഉൽപ്പന്നത്തിന് യഥാസമയം മാർക്കറ്റ് കണ്ടുപിടിച്ച് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് പോലുള്ള സംരക്ഷണം നൽകുന്നതിനോ ഒന്നും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇതേ വിഷയം തന്നെയാണ് വന്യജീവി ആക്രമണത്തിന്റെ കേസിലേക്ക് വരുമ്പോഴും. മലയോര മേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾ വന്യജീവി ആക്രമണം കൊണ്ട് ഇന്ന് പൊറുതിമുട്ടുകയാണ്. അവരുടെ ജീവന സ്വത്തിനും യാതൊരു സുരക്ഷിതത്വമില്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും മനുഷ്യജീവന സുരക്ഷിതത്വമില്ല എന്നൊരു വസ്തുത മനസ്സിലാക്കണം. ഒരു തെരുവിലൂടെ നടന്നു പോകുന്നതിന് ഏത് സമയത്തും ഒരു പേപ്പട്ടി വന്ന് കടിച്ച് പേവിഷബാധയേറ്റ് മരിക്കാം. അതല്ലെങ്കിൽ ഒരു വന്യജീവി വന്നാൽ കാട്ടുപന്നി ആയിക്കോട്ടെ, നാട്ടിൻപുറങ്ങളിലും കാട്ടുപന്നി വിഹാരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു കാട്ടുപന്നിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാട്ടുമൃഗമാകാം, അവനെ കടിച്ച് കീറി അവന്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പുരുഷായുസ് അല്ല ഒരാഴ്ച മുഴുവൻ ജീവിച്ചു തീർക്കേണ്ട മനുഷ്യർ, ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും ജീവിച്ചു തീർക്കേണ്ട മനുഷ്യർ അതീവ ദയനീയമായ ദാരുണമായ അതിലേക്ക് ഈ വന്യജീവി മൂലം വരുമ്പോൾ ഇതൊരു പരിഷ്കൃത സമൂഹമാണ്. 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനൊരു സംവിധാനം? ഇതിന്റെയും ഇരകൾ ആരാണ്? ഇതിന്റെയും ഇരകൾ തൊഴിലെടുക്കാൻ പോകുന്ന കർഷകരെ, കൃഷിയെടുത്ത് പോകുന്ന കർഷകര്, റബ്ബർ വെട്ടാൻ പോകുന്നവര്, നടന്ന് ജോലിക്ക് പോകേണ്ട ആളുകള്, സ്വന്തമായി വലിയ വാഹനങ്ങളില്ലാതെ സ്കൂട്ടറിലോ ബൈക്കിലോ ഓട്ടോറിക്ഷയിലോ ഒക്കെ യാത്ര ചെയ്യുന്നവര്, വലിയ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ ജീവിക്കുന്ന ആളുകളൊക്കെയാണ് ഇതിന്റെ ഇരകൾ. അപ്പൊ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ കത്തോലിക്ക കോൺഗ്രസിനെ പോലെ ചരിത്രത്തിൽ ഉടനീളം സമൂഹത്തോടും സമുദായത്തോടും ഉത്തരവാദിത്തം കാണിച്ചുള്ള ഒരു പ്രസ്ഥാനത്തിന് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാനാവില്ല. മറ്റാര് ഇതിനോട് അനുകൂലിക്കുന്നു, എതിർക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ നോട്ടം. കൃത്യമായ നിലപാടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും നീതി നിഷേധത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല. അതിന് രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് ശക്തമായ മുന്നറിയിപ്പ് നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റൻ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് ജോസഫ് ഈ വഴിയിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യതയോടും വളരെ കർശനമായിട്ടുമാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ശക്തമായ ഇടപെടലുണ്ടാകും. നീതി നിഷേധിച്ചാൽ അതിനെതിരെ ക്രൈസ്തവ സമൂഹം ഉറപ്പായിട്ടും പ്രതികരിച്ചിരിക്കും. അതിന് തക്ക ആർജവത്വവും അതിന് തക്ക സംഘടനാ ശേഷിയും സംഘബോധവും ക്രൈസ്തവർ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് ആദ്യമായി പ്രാഥമികമായിട്ട് പറയാനായിട്ട്. വളരെ വ്യക്തമാണ്. ഗ്രൗണ്ട് റിയാലിറ്റി വളരെയധികം ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീ മനു, നമുക്കറിയാം ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്രയിലുടനീളം പ്രസംഗിച്ച അഭിമന്യ പിതാക്കന്മാരാൽമായ നേതാക്കൾ അവർ ഒരു രാഷ്ട്രീയമായിട്ട് അവർ പറഞ്ഞ ആ ഒരു പ്രസംഗങ്ങളിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. അതായത് അവഗണിക്കുന്നവരെ തിരിച്ചും അവഗണിക്കും. ഇപ്പം അഭിമന്യ തട്ടിൽ പിതാവിന്റെ തന്നെ പ്രസംഗമുണ്ടായിരുന്നു, തിരിച്ചു കുത്താനും ഞങ്ങൾക്കറിയാം, വോട്ടിലൂടെ തിരിച്ചു കുത്താനും ഞങ്ങൾക്കറിയാമെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. അഭിമന്യ പുളിക്കൽ പിതാവ് പറയുന്നു JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എവിടെ എന്ന് ചോദിച്ചാണ് അഭിമന്യ പുളിക്കൽ പിതാവിന്റെ വളരെ മനോഹരമായിട്ടുള്ള പ്രസംഗം. ഇന്നലെ തന്നെ അഭിമന്യ തറയിൽ പിതാവും നമുക്കറിയാം ഹിജാബ് വിവാദം പോലുള്ള വിഷയങ്ങൾ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു നിലപാട് കേരളത്തിലെ കത്തോലിക്ക സമുദായം സ്വീകരിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു കാഹള ധ്വനിയായി ഈ അവകാശ സംരക്ഷണ യാത്ര മാറുകയാണോ അഡ്വക്കേറ്റ് ശ്രീമനു? തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ യാത്ര കടന്നു വന്നത്. ഇതൊരു രാഷ്ട്രീയ യാത്രയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ മലബാർ സഭയുടെ സമുദായ സംഘടന എന്ന നിലയിൽ കത്തോലിക്ക കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ഇല്ല. അതൊരു മുന്നണി രാഷ്ട്രീയം അല്ല, ഒരു പാർട്ടി രാഷ്ട്രീയമല്ല. ഈ രണ്ടു കാര്യങ്ങളും കത്തോലിക്ക കോൺഗ്രസിനില്ല. പക്ഷേ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി, അവഗണിക്കപ്പെട്ടവന്റെ ശബ്ദമായി എക്കാലവും നിലകൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കത്തോലിക്ക കോൺഗ്രസ്. കേരളത്തിലെ കത്തോലിക്ക സഭയും എന്നും അങ്ങനെ തന്നെയായിരുന്നു. കേരളം നവോത്ഥാനത്തിന് നാന്ദി കുറിച്ചത് അങ്ങനെ സാധാരണക്കാരുടെ ഒപ്പം നിന്നുകൊണ്ടാണ്. പൗരസമത്വവാദ പ്രക്ഷോഭം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ ഉൾപ്പെടെ ഏറെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രി ഇന്ന് വിമോചന സമരം എന്ന് പറഞ്ഞ പോലെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ സമരത്തെ പേടിക്കുന്നു. വിമോചന സമരം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമരമായിരുന്നു. ജനാധിപത്യം എവിടെ അടിച്ചമർത്തപ്പെടുന്നുവോ അവിടെ നീതിയുടെ ശബ്ദമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ
ും രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ്, നീതിയുടേതാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുഖം കൂടെ കൊടുക്കുന്നു. പക്ഷേ അത് പാർട്ടി രാഷ്ട്രീയത്തിന്റെയോ കക്ഷി രാഷ്ട്രീയത്തിന്റെയോ മുഖമല്ല. പിന്നെയോ ഇവിടെ കേരളത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിന് നീതി കൊടുക്കണം എന്ന് പറയുന്ന ഒരു മുഖമാണ്. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കുമ്പോൾ അവർക്ക് വേണ്ടത് കൊടുക്കണമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. മലയോര കർഷകന്റെ പണിശാലകളിൽ അല്ലെങ്കിൽ പണിസ്ഥലങ്ങളിൽ കാട്ടുമൃഗങ്ങൾ നിറയുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ വരെ ജീവൻ കാട്ടുമൃഗങ്ങൾ പച്ചയ്ക്ക് തിന്നുമ്പോൾ അവരുടെ സംഘടനകളുള്ള രാഷ്ട്രീയമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ യാത്ര പറയുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയുവാനുള്ളതെന്ന് പറയുന്നത് കർഷകന്റെ കണ്ണീരിന്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് പറയുമ്പോൾ ഈ യാത്ര രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണോ നോക്കുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ ലക്ഷ്യമില്ല. പക്ഷേ രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം എന്ന ചിന്താഗതിയിൽ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തെ, സഭയുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിടെയാണ് ഞങ്ങൾ പറയുക, ഞങ്ങൾ ഒരിക്കലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വോട്ട് ബാങ്കായിട്ട് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇങ്ങോട്ട് സഹായിച്ചാൽ തിരിച്ചും സഹായിക്കും. എന്നാൽ അത് രാഷ്ട്രീയത്തിലുള്ള ഇടപെടലല്ല. കത്തോലിക്ക സമൂഹം അത് കത്തോലിക്ക കോൺഗ്രസിന്റെ കീഴില് ഒരുമിച്ച് ഒന്നായി സമുദായ സംഘടനയായിട്ട് മുന്നോട്ട് പോകുന്നു. അഭിവന്ദ്യ സഭാ മേലധ്യക്ഷന്മാർ ഇതിന് നേതൃത്വം നൽകും. അൽമായ നേതാക്കൾ സാമൂഹികമായിട്ടുള്ള നേതൃത്വം നൽകും. അങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയുവാനായിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ്. ശ്രീമതി ട്രീസയിലേക്ക് ഞാൻ വരികയാണ്. ശ്രീമതി ട്രീസ ഒരു വനിത കൂടിയാണ്. ഈ യാത്ര പുരോഗമിക്കുന്ന ഒരു വേളയിലാണ് നമുക്കറിയാം എറണാകുളത്ത് ഹിജാബ് വിവാദമൊക്കെ അരങ്ങേറിയത്. സമാനമായിട്ടുള്ള പല സംഭവങ്ങളും മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സന്യസ്തർക്കെതിരെ. അതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ കക്കുകളി വിവാദം പോലുള്ള സംഭവങ്ങൾ നമുക്കറിയാം. സിനിമകളിലൂടെയും കലാരൂപങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ സന്യസ്തരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ആർക്കും, മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല രീതിയിലും ആക്രമിക്കപ്പെടുന്നു. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സംഭവങ്ങൾ, അങ്ങനെ സമാനമായിട്ടുള്ള പല സംഭവങ്ങളും നമുക്കറിയാം. അപ്പോൾ ആർക്കും കയറിക്കൊട്ടാവുന്ന ചെണ്ടയല്ല കേരളത്തിലെ കത്തോലിക്ക സമുദായം എന്ന ഒരു വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പായിരുന്നു ഈ ഒരു അവകാശ സംരക്ഷണ യാത്രയിലൂടെ കത്തോലിക്ക കോൺഗ്രസിലെ നേതൃത്വം, കത്തോലിക്ക കോൺഗ്രസ് സമൂഹത്തിന് നൽകാൻ ആഗ്രഹിച്ചത്. ശ്രീമതി ട്രീസ. ശ്രീമതി ട്രീസ ഒന്ന് ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അവകാശ സംരക്ഷണ യാത്രയിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആദ്യത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് മതേതരത്വ ഭരണഘടനാ സംരക്ഷണം എന്നുള്ളത് തന്നെയാണ്. അപ്പോ താങ്കളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന്റെ ഒരു പ്രത്യക്ഷമായ ഒരു ധ്വംസനം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസേന എന്നതുപോലെ. അത് ഉത്തരേന്ത്യയിലായാലും കേരളത്തിലായാലും വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഹിജാബ് വിവാദം ഒക്കെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നും. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കാണ് ഈ ഒരു വർഗീയതയുടെ വിഷം കുത്തിവെക്കാനായിട്ട് ചില സ്ഥാപിത താല്പര്യക്കാർ ശ്രമിക്കുന്നത്. അത് വളരെ ഗൂഢോദ്ദേശപരമാണ്, വളരെ ചിന്തിച്ചുറപ്പിച്ച് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു മതത്തിന്റെയും വർഗീയതയും വേർതിരിവില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് കൂട്ടുകാരായും സഹോദരങ്ങളായും കണ്ടുകൊണ്ട് കുട്ടികളെ വളർത്താനുള്ള ഒരു അന്തരീക്ഷമാണ് പ്രത്യേകിച്ച് നമ്മളുടെ ക്രൈസ്തവ കലാലയങ്ങളിൽ കാലങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ അല്ലെങ്കിൽ അതിലൊരു വിള്ളൽ വീഴ്ത്താനായിട്ടാണ് പലരും സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിജാബ് വിവാദമായാലും നിസ്കാരമുറി വേണമെന്നുള്ള ആവശ്യമായാലും മറ്റെന്ത് തന്നെയായാലും അത് തന്നെയാണ്. അതൊരിക്കലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു ദർശനത്തില് അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്, ഒരു മതേതരത്വ രാജ്യമാണ്. അതാണ് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഭാരതത്തിന്റെ. അതിന് കളങ്കം വരുത്തുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ അതിന് വിള്ളൽ വീഴ്ത്തുന്ന ഒന്നും തന്നെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത് ക്രൈസ്തവ സമുദായം എന്നതിലുപരി പൊതു സമൂഹത്തിന് തന്നെ വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെതിരെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ അവകാശ സംരക്ഷണ യാത്ര ശബ്ദമുയർത്തുന്നത്. അത് തന്നെ ആയാലും അത് ജനകീയമായ ഒരു മുന്നേറ്റമാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അതൊരു ക്രൈസ്തവ സമുദായത്തിന് വേണ്ടിയോ കത്തോലിക്കർക്ക് വേണ്ടിയോ മാത്രമുള്ള ഒരു മുന്നേറ്റമായിരുന്നില്ല. കാരണം നമ്മൾ ഇതിൽ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും പൊതുജനത്തെ ബാധിക്കുന്നത്, സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു മതസൗഹാർദ്ദവും നമ്മളുടെ വളരെ സാഹോദര്യത്തിലുള്ള ഒരു പരിസ്ഥിതിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. അതിന് വിള്ളൽ വീഴ്ത്തുന്ന എന്തിനെതിരെയും
കത്തോലിക്ക കോൺഗ്രസും ക്രൈസ്തവ സമുദായവും സമൂഹവും ഒന്നിച്ചു നിന്ന് തന്നെ പോരാടും. ഈ ഒരു യാത്രയിലുടനീളം നമ്മൾക്ക് ലഭിച്ച ഒരു ജനപിന്തുണ, അല്ലെങ്കിൽ ആളുകളുടെ ഒരു ആവേശവും നമ്മളോടുള്ള ഒരു സമീപനവും എല്ലാം തെളിയിക്കുന്നത് ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനിയും നമ്മളുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാകുന്നത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതിനൊരു മാറ്റം ഉണ്ടാകുക തന്നെ വേണം. സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലെ ജനതയും അതുപോലെ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന രീതിയിലേക്ക് നമ്മൾക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുക തന്നെ വേണം. അത് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ലക്ഷ്യം. വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 13-ാം തീയതി മുതൽ കാസർഗോഡ് പണത്തൂരിൽ നിന്ന് ആരംഭിച്ച ആ ഒരു യാത്ര ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ആ ഒരു യാത്രയിലുണ്ടായിരുന്നു. അപ്പോൾ യാത്രയിലുടനീളം ആ യാത്രയിൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ, യാത്രയുടെ ഭാഗമായിരുന്ന വ്യക്തി എന്ന നിലയിൽ മറക്കാനാകാത്ത ഏതെങ്കിലും ഒരു അനുഭവം ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുണ്ടോ? പ്രത്യേകിച്ച് നിരവധി പേർ അവരുടെ വിഷമങ്ങളും ആവലാതികളും ഒക്കെ ഈ സമുദായ നേതാക്കളോട് പങ്കുവച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാനുണ്ടാവും ഈ ഘട്ടത്തിൽ? പ്രത്യേകിച്ചും അത് സംഭവിച്ച നമ്മള് കുട്ടനാടിലൂടെ യാത്ര ചെയ്യുമ്പോഴേക്കുമാണ് നമുക്കറിയാം കുട്ടനാട്ടിലെ നെൽകർഷകർ എത്രമാത്രം ദുരിതമാണ് അനുഭവിക്കുന്നത്. വലിയ ജനപങ്കാളിത്തമാണ് കുട്ടനാട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനുമൊക്കെ അപ്പുറത്തുള്ള പങ്കാളിത്തം. കോരിച്ചൊരിയുന്ന മഴയത്താണ് രാമങ്കരിയിലും അതുപോലെ ആലപ്പുഴയിലും ഒക്കെ ജനങ്ങള് ഈ ഒരു യാത്രയെ സ്വീകരിക്കാനായിട്ട് കാത്തു നിന്നത്. അന്നേരം അവരവിടെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതന്ന നിവേദനങ്ങളുണ്ട്. നിവേദനങ്ങൾ കണ്ണീരണിഞ്ഞ കണ്ണുകളോടെയാണ് നമ്മളുടെ കയ്യിലേക്ക് ആ നിവേദനങ്ങൾ അവർ, ഞങ്ങളുടെ പ്രസിഡന്റിന്റെ കയ്യിലേക്ക് ആ നിവേദനങ്ങൾ അവർ സമർപ്പിച്ചത്. ഈ യാത്രയിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അതുപോലെ അവിടെ എത്തിച്ചേർന്നിരുന്ന സ്ത്രീജനങ്ങൾ വലിയ ജനപങ്കാളിത്തമാണ്. സ്ത്രീജനങ്ങളുടെ വലിയ സാന്നിധ്യമാണ് ഈ യാത്രയിലുടനീളം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. 13-ാം തീയതി മുതൽ ഇങ്ങോട്ട് ഇന്നലെ വരെ വലിയ പങ്കാളിത്തമാണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് നട്ടുച്ച വെയിലത്തായാലും ഇപ്പൊ താമരശ്ശേരിയിൽ, തിരുവമ്പാടിയിൽ, തോട്ടുമുക്കത്തൊക്കെ ഞങ്ങൾ എത്തിയപ്പോൾ 3 മണി 3:30 വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങളെ കാത്തുനിന്ന സ്ത്രീകളുണ്ടായിരുന്നു. അവർ പറഞ്ഞ വിഷമങ്ങളുണ്ടായിരുന്നു. വന്യമൃഗശല്യത്തെ പറ്റിയും അതുപോലെ AWS സംവരണം കിട്ടാതെ അവരുടെ കുട്ടികൾ പിന്നോട്ട് പോകുന്നതിനെ പറ്റിയും, സർക്കാർ ഉദ്യോഗസ്ഥർ ആകാതെ ഉദ്യോഗങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ അവർ ഞങ്ങളോട് പറഞ്ഞ അവസരങ്ങളുണ്ടായി. അതുപോലെ തന്നെയാണ് കർഷക വിഷയങ്ങളിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളോട് ഷെയർ ചെയ്ത നിവേദനങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ പ്രതീക്ഷയോടെയാണ് ഈ ജനം ഈ ഒരു യാത്രയെ കണ്ടത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമാവുകയായിരുന്നു ആ സന്ദർഭങ്ങളിൽ. യെസ്, അത് വളരെ വ്യക്തമാണ്. കാരണം നീറുന്ന 100 പ്രശ്നങ്ങളാണ് സമുദായ അംഗങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയായിരുന്നു ശ്രീമതി ട്രീസ പങ്കുവച്ചത്. ഞാൻ 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഡോക്ടർ ജോസൂട്ടി ഒഴികെ നമ്മൾ ഈ ഒരു യാത്രയിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അഭിമന്യ പിതാക്കന്മാരുടെ വലിയ രീതിയിലുള്ള ആ ഒരു ഈ യാത്രയോട് അവർ സ്വീകരിച്ച ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം, വളരെ വൈകാരികമായിട്ട് പല അഭിമന്യ പിതാക്കന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും പ്രസംഗങ്ങളിൽ സമുദായത്തിൻ്റെ ഒരു ആവശ്യങ്ങൾ, സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി വളരെ മനോഹരമായിട്ട്, വികാരനിർഭരമായിട്ട് പലരും പ്രസംഗിക്കുകയുണ്ടായി. അതിനാൽ തന്നെ അഭിമന്യ പിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്, സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഈ അൽമായ സംഘടനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്തുണ, പ്രത്യേകിച്ച് ഈ യാത്രയിൽ ലഭിച്ച പിന്തുണയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ക്രൈസ്തവ സമീപനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും സഹോദരന്മാരായി കണ്ടുകൊണ്ട് സമഗ്രമായ ഒരു പുരോഗതിയിലേക്കും ഉയർച്ചയിലേക്കും മൊത്തം സമൂഹത്തെ കൊണ്ടുപോകുന്ന സമീപനമാണ് ഈ കത്തോലിക്ക സമുദായം, ക്രൈസ്തവ സമൂഹം പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ചവറ കുര്യാക്കോസ് സേരിയാസ് അച്ഛൻ 1860-കളിൽ അവിടെ വിദ്യാലയങ്ങൾ ആരംഭിച്ചപ്പോൾ ആ വിദ്യാലയങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് സാധാരണക്കാരായ അധകൃതരായിട്ടുള്ള കുട്ടികളെയും അതുപോലെ പണമില്ലാത്തവരെയും ഒക്കെയാണ്. അവിടെ ജാതിയോ മതമോ അല്ലെ ക്രിസ്ത്യാനിയാണോ എന്നുള്ളത് നോക്കിയല്ല ചെയ്തിട്ടുള്ളത്. ആ പാരമ്പര്യം നമ്മുടെ പിതാക്കന്മാർ തുടരുന്നുണ്ട്. ആ തുടർച്ച ഇപ്പോഴും നമുക്ക് കാണാം. അതുകൊണ്ടാണ് കേരള സമൂഹത്തിന്റെ പൊതുവായ ദുരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു ആവശ്യമായി മുന്നോട്ടിറങ്ങിയപ്പോൾ സമഗ്രമായ രീതിയിൽ കേരളത്തെ ഉയർത്തിയെടുക്കണമെങ്കിൽ മാറ്റങ്ങൾ വേണം എന്ന് അവർ തിരിച്ചറിയുകയും അവര് കത്തോലിക്ക കോൺഗ്രസിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി ഒപ്പം നിൽക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായും ഒരു ക്രൈസ്തവ സാമൂഹ്യ സാക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരും എല്ലായ്പ്പോഴും ഒപ്പം നിന്നിട്ടുള്ളത്. ഏതെങ്കിലും വ്യക്തിപരമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ലാഭേച്ഛ വെച്ചുകൊണ്ടല്ല അവർ വന്നിട്ടുള്ളത്. തീർച്ചയായും അവരുടെ പ്രോത്സാഹനം കത്തോലിക്ക കോൺഗ്രസിനും വലിയ പ്രോത്സാഹനമാണ്. കാരണം സഭാപിതാക്കന്മാർ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വരുമ്പോൾ അത് തീർച്ചയായും ഇവിടെ ഈ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത് വഴിവെക്കും. മുൻകാല ചരിത്രവും ആ തരത്തിലുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഈ മാറ്റം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലേക്ക് വന്നിരിക്കുന്നു. സഭാപിതാക്കന്മാരുടെ സമീപനം സഭയെയും സമൂഹത്തെയും കേരളത്തെ മൊത്തത്തിലും വളരെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ വേറൊരു സംഗതി നമ്മൾ ഓർക്കേണ്ടത്, ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്കുള്ളത്, വിദ്യാലയങ്ങളാണ് നിങ്ങളുടെ എല്ലാം, വിദ്യാലയങ്ങളിലാണ് പ്രതിസന്ധി എന്നൊക്കെ പലരും ആ രീതിയിൽ വിദ്യാലയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ട് നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഈ യാത്രയിലുടനീളം നമ്മൾ ജനങ്ങളെ ചൂണ്ടിക്കാണിക്കുക, പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെ പ്രസംഗങ്ങളിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, നമ്മളിവിടെ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് മറ്റാർക്കും ഇവിടെ വിദ്യാലയങ്ങളില്ല. കേരളത്തിനകത്ത് സർക്കാർ തലത്തിൽ വിദ്യാലയങ്ങളോ മറ്റ് സ്വകാര്യ ഏജൻസികളോ വിദ്യാലയങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വിദ്യാലയങ്ങൾ ആരംഭിച്ചത്. ഇവിടെ ആതുരാലയങ്ങൾ ആരംഭിക്കുമ്പോൾ അങ്ങനെ ആതുരാലയം എന്നൊരു സങ്കല്പം പോലും നമ്മുടെ നാട്ടിലില്ലായിരുന്നു. നമ്മളിവിടെ ആശുപത്രികൾ ആരംഭിക്കുമ്പോൾ വേറെ ആരുടെയും ആശുപത്രികളില്ല, വളരെ ചുരുക്കം ചില വൈദ്യശാലകളല്ലാതെ ആധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള ആശുപത്രികളില്ല. അപ്പൊ ഒരു പ്രദേശത്തെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് അക്കാര്യങ്ങളിൽ എടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്നും തുടരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നമ്മുടെ ചെറുപ്പക്കാർ നാട് വിടേണ്ടി വരുന്നത്, അവർ നാട് വിട്ടു പോവുകയാണ്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ ജോലിയില്ല, ഇവിടെ വികസനമില്ല. നമ്മുടെ കൃഷിക്കാർ കൃഷിയുടെ ഉപേക്ഷിച്ച് എവിടേക്കൊക്കെയോ പോവുകയാണ്. അതുകൊണ്ടാണ് മലയോര മേഖലയിൽ 8 ലക്ഷത്തോളം, ഇതൊരു 5 വർഷം മുമ്പത്തെ കണക്കാണ് കേട്ടോ, ഇപ്പോഴത്തെ കണക്ക് അത് കൂടുതലായിരിക്കും, ഏക്കർ സ്ഥലം കൃഷി ചെയ്യാതെ അവിടെ കിടക്കുകയാണ്. അത്രയും സ്ഥലത്തു നിന്നുള്ള വരുമാനമോ ഈ മേഖലകളിൽ നിന്നുള്ള സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ മൂലം, ഭൂനിയമങ്ങൾ മൂലം നമ്മുടെ ഭൂമി ഉപയോഗിക്കാനാവാതെ കിടക്കുകയാണ്. ഭൂമിയുടെ അവസ്ഥ തന്നെ വേറെ രീതിയിലാക്കി, വേറെ കൃഷിഭൂമിയാക്കി. അത് മാത്രമാണ് ഭൂമിയുടെ സ്റ്റാറ്റസ്. അതിന് നിങ്ങൾ എന്ത് ചെയ്താലും അത് അനധികൃതമാണ്, അത് വേണമെങ്കിൽ ഞങ്ങൾ ക്രമവൽക്കരിച്ച് തരാം, അതിന് വലിയ ഫീസ് തന്നാൽ മതി എന്ന് പറഞ്ഞ് നിയമനിർമ്മാണം തന്നെ നടത്തി. ഇത്രയും അശാസ്ത്രീയമായ ഒരു നിയമനിർമ്മാണം ഒരു പക്ഷേ ലോകത്ത് വേറെ കാണില്ല. ലോകത്തെല്ലായിടത്തും ഭൂമി ഉപയോഗിച്ചുകൊണ്ടാണ് വികസനം സാധ്യമായിട്ടുള്ളത്. നമ്മൾ ഓരോ രാജ്യങ്ങളും നഗരങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുക, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായശാലകള്, വിദ്യാലയങ്ങള്, യൂണിവേഴ്സിറ്റികള് തുടങ്ങി ആതുരാലയങ്ങൾ തുടങ്ങി എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭൂമിക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ മാത്രം എന്തെങ്കിലും ചെയ്താൽ ഉടൻ തന്നെ ഇവിടെ വലിയ പരിസ്ഥിതി പ്രശ്നവും പ്രതിസന്ധികളും ഒക്കെയാണ്. ഇവിടെ എന്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ, നമ്മുടെ പിതാക്കന്മാർ തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അത് എഴുതപ്പെട്ടിരിക്കുന്ന നിയമം എന്താണെങ്കിലും, മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്താണെങ്കിലും, അതല്ലെങ്കിൽ കോടതി വിധി എന്താണെങ്കിലും, അതിനപ്പുറമായി ഒരു ലോബി ക്രൈസ്തവ വിരുദ്ധമായും പരിസ്ഥിതിക്ക് അനുകൂലമായും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ക്രൈസ്തവ വിരുദ്ധമായും പരിസ്ഥിതിക്ക് അനുകൂലമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോബിയുടെ പിടിയിലാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അത് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കുന്നിടത്ത്, അത് ഭിന്നശേഷി സംവരണത്തിന് പേരിലുള്ള കോടതി വിധി നടപ്പാക്കാതെ ഇരിക്കുന്നിടത്ത്, അത് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം ചട്ടം 4 മാത്രം മാറ്റിക്കൊണ്ട് ഭൂമി പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാമെന്ന് പറഞ്ഞെടുത്ത് അതിനെ മാറ്റി മറ്റൊരു നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വഷളാക്കിയിടത്ത്, വന്യജീവി സംരക്ഷണത്തിന് ലോകമെമ്പാടുമുള്ള വ്യവസ്ഥകൾക്കും അപ്പുറം കേരളത്തിൽ മാത്രം അതിന് പുതിയ മാനങ്ങൾ വരുന്നതിനെതിരെ കേന്ദ്രം പറഞ്ഞിട്ടുള്ള 11(1)(11)(2) വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11(1), 11(2) വകുപ്പുകളും ക്രിമിനൽ നിയമ വകുപ്പുകളും ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളെ തടയാമെന്നിരിക്കെ അതിന് തയ്യാറാകാതെ വന്യജീവികളാൽ മനുഷ്യൻ കൊല്ലപ്പെട്ടോട്ടെ എന്ന് സർക്കാർ തീരുമാനിക്കുന്നിടത്ത്, വളരെ ഗൂഢപരമായി കോടതി വിധി മറികടക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ലാൻഡ് വെസ്റ്റിംഗ് ആക്ട് പോലുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് കോടതി വിധിയെ പോലും അസ്ഥിരപ്പെടുത്തുന്നത് പോലുള്ള നിരവധി ഉദാഹരണങ്ങളിൽ, എത്ര ഉദാഹരണങ്ങളാണെന്ന് പറയാനുണ്ട്. നമ്മുടെ വാളയാറിലേക്കുള്ള നേരിമംഗലത്ത് വാളയാർ റോഡ് കൃത്യമായും അവിടെ പണി നടത്താമെന്ന് കേരള ഗവൺമെന്റ് മന്ത്രിസഭ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ഒരു സംഘം വനംവകുപ്പിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങി. അങ്ങനെ അതുപോലെ തന്നെ തെരുനായ പ്രശ്നത്തിൽ തുടങ്ങി എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നത് ഒരു ഗൂഢസംഘം പൊതു നിയമത്തെയും പൊതു താല്പര്യത്തെയും പൊതുബോധത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. ഈ സംഘത്തെ തുറന്നു കാണിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് കേരളം വന്നെങ്കിൽ മാത്രമേ കേരളം ഇനി രക്ഷപ്പെടുകയുള്ളൂ. കാരണം ഇന്ന് ഇത് വേറെ താല്പര്യങ്ങളുടെ, വേറെ അജണ്ടകളുടെ പിടിയിലാണ് കേരളം. അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പിതാക്കന്മാർ ഈ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ ഈ സമീപനത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അവരത് വളരെ കൃത്യമായി, നേരെ പറയുന്നില്ല, അവർ വളരെ വ്യംഗ്യമായി ഈ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, ക്രൈസ്തവ സമുദായത്തിന്റെ പൊതുസമൂഹത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് വളരെ അസന്നിഗ്ധമായി മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ആ പ്രത്യാഘാതങ്ങൾ ഏത് തലത്തിലായിരിക്കുമെന്ന്
ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും ഒരു പുതിയ മുന്നേറ്റമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതെ, തീർച്ചയായും സുപ്രധാനമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങൾക്കും ഈ അവകാശ സംരക്ഷണ യാത്ര വേദിയായി എന്നതിന് യാതൊരു തർക്കവുമില്ല. അഡ്വക്കേറ്റ് മനു, നേരത്തെ നമ്മൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടായിരുന്നു നേരത്തെ ആദ്യത്തെ റൗണ്ടിൽ അങ്ങയോട് ചോദിച്ചത്. നമ്മൾ ഈ ഒരു കേരളത്തിലെ ക്രൈസ്തവരുടെ ഒരു റിയാലിറ്റി എടുത്ത് നോക്കുമ്പോൾ നേരത്തെ ശ്രീ ജോസ് കുട്ടിജെ ഒഴിയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ ഭൂരിഭാഗം ക്രൈസ്തവരുമാണ് ഈ വിദേശത്തേക്ക് കുടിയേറുന്നവരിൽ ഭൂരിഭാഗം പേരും ക്രൈസ്തവർ തന്നെയാണ് കുടിയേറുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ജനാധിപത്യത്തിൽ ഈ നമ്പറിനാണ്, സംഖ്യയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. തീർച്ചയായിട്ടും രാഷ്ട്രീയമായി തിരിച്ചടി കൊടുക്കേണ്ടത് വോട്ടിലൂടെയാണ്. അപ്പോൾ ഈ ജനസംഖ്യ അല്ലെങ്കിൽ അംഗബലം കുറയുന്നു എന്നൊരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നു. അതേസമയം തന്നെ രാഷ്ട്രീയമായിട്ട് തിരിച്ചടി തീർച്ചയായിട്ടും കൊടുക്കേണ്ട ഒരു സമയവും അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് റിയാലിറ്റി മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോൾ അത് ഒരു തന്ത്രപരമായിട്ട് എങ്ങനെയാണ് ഈ രണ്ട് റിയാലിറ്റി ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഒരു ശക്തമായിട്ടുള്ളൊരു താക്കീത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നൽകാൻ സാധിക്കുക അഡ്വക്കേറ്റ് മനു? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ക്രൈസ്തവ സമൂഹം ചില വോട്ട് ബാങ്കുകളാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്കുകളാണ് എന്നൊരു ചിന്ത പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ പല മുന്നണികളിലായിട്ട്, അത് കോൺഗ്രസ് മുന്നണിയാകാം, ഇടതുപക്ഷ മുന്നണിയാകാം, BJP മുന്നണിയാകാം, അത് അങ്ങനെയായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാജീവ് കൊച്ചൂറമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്രയ്ക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുക. അതായത് മുമ്പേ ട്രീസ മാഡം പറഞ്ഞതുപോലെ തന്നെ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ആളുകൾ നിവേദനങ്ങൾ നൽകി സ്വീകരിക്കുന്ന ഒരവസ്ഥ കത്തോലിക്ക കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണീര്, അവരുടെ വേദനകൾ, അവരുടെ ആവശ്യങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളോട് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സഭാപിതാക്കന്മാർ വിവിധ തലങ്ങളിൽ സഭയുടെ നിലപാട് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നുണ്ട്, സഭയുടെ സാമൂഹ്യ മുഖമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ കത്തോലിക്ക സമൂഹം, ക്രൈസ്തവ സമൂഹം കത്തോലിക്ക കോൺഗ്രസിന്റെ കീഴിൽ അണിചേരുന്നു എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല, പിന്നെയോ ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഒരുമിച്ചാണ് എന്ന സന്ദേശം ഈ തെരഞ്ഞെടുപ്പിലൂടെ കൊടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിന് കഴിയും. 50 ലക്ഷത്തോളം സീറോ മലബാർ വിശ്വാസികളാണ് കേരളത്തിലുള്ളതെന്നാണ് കണക്ക്. അത് പുറത്തുപോയവരുണ്ടാകാം. എന്തു തന്നെയായാലും കേരളത്തിലെ 50ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായകമായിട്ടുള്ള ശക്തിയായി മാറുവാനായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് കെൽപ്പുണ്ട്. ആ കെൽപ്പ്, അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒന്ന് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മളെപ്പോഴും നമ്മുടെ അംഗബലം കുറഞ്ഞു എന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ട്. ആ പേടിയിൽ നിൽക്കുമ്പോഴും എന്ന് അറിയേണ്ടതുണ്ട്, കേരളത്തിലെ ഏകദേശം 50ഓളം മണ്ഡലങ്ങൾ, 50 തൊട്ട് 70 വരെ മണ്ഡലങ്ങൾ 5000ഓളം അല്ലെങ്കിൽ 10,000ഓളം മാത്രം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലങ്ങളാ. ഇവിടങ്ങളിലൊക്കെ ജയാപജയങ്ങളെ നിർണയിക്കുവാനുള്ള ഒരു ശക്തിയായിട്ട്, ഒന്നിപ്പിക്കുവാനായിട്ടുള്ള ഒരു ചുമതലയാണ് കത്തോലിക്ക കോൺഗ്രസിനുള്ളത്. അത് രാഷ്ട്രീയമായി ഒരു പാർട്ടിയുടെ കീഴിൽ ഒന്നിപ്പിക്കലല്ല, പിന്നെയോ നമ്മളെ സഹായിക്കുന്നവരെ, ക്രൈസ്തവ സമൂഹത്തെ പരിഗണിക്കുന്നവരെ, ക്രൈസ്തവ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ, നമ്മളുടെ കണ്ണീർ കേൾക്കുന്നവരെ, നമ്മുടെ ഒന്നിച്ചു നിന്ന് മുന്നേറുവാൻ ക്രൈസ്തവ സമൂഹം സജ്ജമാണ് എന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചൂറമ്മിൽ പ്രഖ്യാപിക്കുമ്പോൾ, ഈ ക്രൈസ്തവ സമൂഹം കത്തോലിക്ക കോൺഗ്രസിന്റെ ഒപ്പം സമൂഹത്തിന് വേണ്ടിയിട്ട്, കത്തോലിക്ക സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അർത്ഥം. അത് രാഷ്ട്രീയപരമായി ഒരു ചേരിയിലേക്ക് പോകല്ല, പിന്നെയോ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവരെ തിരിച്ചറിഞ്ഞ് സഹായിക്കുവാനായിട്ടുള്ള ഒരു മാനസിക തയ്യാറെടുപ്പ്, ഗ്രൗണ്ട് ലെവൽ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. ഓക്കെ, യെസ്. ഞാൻ അവസാനമായിട്ട് ശ്രീമതി ട്രീസയിലേക്ക് വരികയാണ്. നമുക്കറിയാം, തീർച്ചയായിട്ടും ഈ 13-ാം തീയതി മുതൽ നാളെ വരെ നീണ്ടു നിൽക്കുന്ന, ഒക്ടോബർ 24 വരെ നീണ്ടു നിൽക്കുന്ന ഈ അവകാശ സംരക്ഷണ യാത്ര കേരളത്തിലെ കത്തോലിക്ക സമുദായത്തിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ളൊരു ആവേശം വിതച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇനി വേണ്ടത് ഈ ഒരു ആവേശം ചോരാതെ ഇങ്ങനെ കണ്ടിന്യൂയിങ് ഒരു പ്രോസസ്സായിട്ട് നിലനിർത്തുക എന്നതാണ്. അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? പലപ്പോഴും നമ്മൾ പലരും ഉന്നയിക്കുന്ന ഒരു വിമർശനമുണ്ട്, നമ്മൾ ഇങ്ങനെ യാത്രകൾ നടത്തും, അതോടുകൂടി കഴിയും, പിന്നീട് അതിനെപ്പറ്റി ഒരു ഫോളോ അപ്പോ അല്ലെങ്കിൽ ആ ഒരു ആവേശം
ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. ആ ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും? ഇപ്പം നമുക്ക് സമുദായത്തിൻ്റെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന ഈ യാത്ര വിതച്ചിരിക്കുന്ന ഈ ഒരു ആവേശത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ഫോളോ അപ്പ് ആയിട്ടുള്ള നടപടികൾ എന്തൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും, ശ്രീമതി ട്രീസ? തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വിമർശനം അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഡോക്ടർ ജോസ് കുട്ടി ഒഴികെയും ഡോക്ടർ അഡ്വക്കേറ്റ് മനു ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക, നമ്മളുടെ ആ ശബ്ദം ഉയർത്തുമ്പോൾ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക, ഇതിലേക്കാണ് കത്തോലിക്ക കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഭരണരംഗങ്ങളിലും രാഷ്ട്രീയ രംഗത്തും ഉദ്യോഗസ്ഥ തലങ്ങളിലും ആളുകൾ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വരും തെരഞ്ഞെടുപ്പുകളാണ്. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്നത് ഒരു വലിയ ബോധവൽക്കരണമാണ്. കേരളത്തിലുടനീളം ഈ ഒരു അതിജീവന യാത്ര നടത്തി വന്നിരുന്നത് ഒരു ബോധവൽക്കരണമാണ്. നമ്മൾ ഒന്നിച്ചു നിൽക്കണം, നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം, അത് നേടിയെടുക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. മറ്റാരും നമ്മൾക്ക് വേണ്ടി അത് നേടിത്തരില്ല എന്നൊരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിന്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയിൽ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും സജീവമായി ഇടപെടുന്ന രീതിയിലേക്ക് ആളുകളെ എത്തിക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങളും നമ്മൾ രൂപതകളിലൂടെ നടത്തി വരുന്നുണ്ട്. വിവിധ വർക്ക്ഷോപ്പുകൾ രൂപതാ തലങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. തുടർന്ന് അങ്ങോട്ടുള്ള നാളുകളിൽ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ആയിരിക്കും നമ്മൾ ചെയ്യുക. പൊതുരംഗത്തേക്ക് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും അതിനുവേണ്ട പരിശീലനവും കത്തോലിക്ക കോൺഗ്രസ് നൽകും. അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളുടെ മുന്നോട്ടുള്ള ശ്രമവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ യുവാക്കൾ നമ്മളുടെ നാട് വിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്. ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് രണ്ട് തരങ്ങളിലാണ്. ഒന്ന്, അവർക്ക് മാന്യമായ ഒരു തൊഴിൽ നമ്മൾ ഈ നാട്ടില് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ, EWS സംവരണം പോലെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുക, കൃത്യമായിട്ട് അതിനുള്ള വഴി ഒരുക്കുക എന്നുള്ളൊരു കാര്യം. ഇതിന്റെ പല പല നൂലാമാലകൾ നമുക്കറിയാം. ന്യൂനപക്ഷ സംവരണത്തിലായാലും EWSലായാലും ഒത്തിരിയധികം പ്രതിസന്ധികളുണ്ട് നമ്മളുടെ ആളുകൾക്ക് അത് നേടിയെടുക്കുന്നതിന്. അതിനെ എങ്ങനെയൊക്കെയാണ് തരണം ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും കത്തോലിക്ക കോൺഗ്രസ് അതിനു വേണ്ടിയിട്ടും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരിക്കലും ഒരു ഫോളോ അപ്പ് ഇല്ലാതെ പോവില്ല. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ വളരെ കൃത്യമായിട്ട് ഓരോ രൂപതകളിലും ഓരോ യൂണിറ്റുകളിലും നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, അവസാനമായിട്ട് ഡോക്ടർ ജോസ് കുട്ടി ജെഡിയിൽ ഒരു കാര്യം കൂടി. നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മൾ ധർണ നടത്തുന്നു. ഒപ്പം തന്നെ ഈ പാളയത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് റാലിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ധർണയുടെ വേളയിൽ സുപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? തീർച്ചയായും നാളെ രാവിലെ 10 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും റാലി ആരംഭിക്കും. 10:45, 11 അവിടെ സമാപന സമ്മേളനം അഭിവന്യ തോമസ് തറയിൽ പിതാവ്, ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യും. ഇതാണ് റെമിജിയോസ് പിതാവ് അതിന് അനുഗ്രഹ പ്രഭാഷണം അല്ല മുഖ്യ പ്രഭാഷണം നടത്തിയിരിക്കും. ഇതാണ് ഈ യോഗത്തിൽ വളരെ കൃത്യമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതിലൊന്ന് നമ്മുടെ ഒരു അവകാശ പത്രികയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും നന്മ ലക്ഷ്യമാക്കിയുള്ള ഒരു അവകാശ പത്രിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ അവകാശ പത്രിക നമ്മളോട് പ്രഖ്യാപിക്കും. ഒന്നത്. രണ്ടാമത്തെ സംഗതി, ഈ കാര്യങ്ങളിൽ നമ്മൾ ഒരു യാത്ര കൊണ്ട് ഇവിടെ കൊണ്ട് തീരുന്ന യാത്രയല്ല. ഇത് നമ്മൾ ലക്ഷ്യം നേടുന്നത് വരെ തുടരുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണിത്. യാത്ര എന്ന് പറയുമ്പോൾ അതൊരു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ ഈ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലെ ഒന്നാം ഭാഗമാണ്, യാത്രയുടെ തുടക്കമാണിത്. വരും നാളുകളിൽ അതിശക്തമായി യാതൊരുവിധ വിട്ടുവീഴ്ചയോ ഇളവോ കൂടാതെ നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി സാമൂഹികമായും സാമ്പത്തികമായും സാമുദായികമായും നമ്മുടെ ഓരോ അംഗങ്ങളും രക്ഷപ്പെടത്തക്ക തരത്തിൽ, നമ്മളോടുള്ള വിവേചനം അവസാനിപ്പിക്കത്തക്ക തരത്തിൽ, നിയമത്തിന്റെ മുന്നിലെ തുല്യത ഉറപ്പുവരുത്തുന്ന തരത്തിൽ, സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കുന്ന തരത്തിൽ, ഭരണ സംവിധാനത്തെ ചലിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമായി നമ്മൾ തുടരും. അതിനുള്ള ദീർഘമായ പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരു താൽക്കാലിക സംഗതിയോ, ചിലരൊക്കെ പറഞ്ഞു ഇത് ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും ഉള്ള നമ്മുടെ ഒരു ചെറിയ അഭ്യാസമാണ്. അതൊന്നുമല്ല. ഈ ഇലക്ഷൻ ഒന്നും നമ്മുടെ ലക്ഷ്യമേ അല്ല. ഇലക്ഷൻ നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം നമ്മുടെ സമുദായത്തിന്റെ പൊതുവായ വളർച്ചയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. വരുന്ന ആളുകളിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിന്റെ തുടക്കമാണ് ഇതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരെ കൊണ്ട് ആ നിലപാട് തിരുത്തിക്കുകയും ചെയ്യും. യാതൊരു തർക്കവുമില്ല.
തീർച്ചയായും വളരെ വ്യക്തമാണ്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കത്തോലിക്ക കോൺഗ്രസിന് സാധിക്കട്ടെ. സമുദായത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ, സമുദായ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുവാൻ കത്തോലിക്ക കോൺഗ്രസിന് ഇനിയും കൂടുതൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിച്ച കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ അഭിനന്ദനവും പറയുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേരും ഈ യാത്രയിലുടനീളം പങ്കെടുത്തിരുന്നു. അവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും പ്രതികൂല കാലാവസ്ഥയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് സമുദായത്തിന് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ഒരു യാത്രയിൽ അണിചേർന്ന 3 പേർക്കും ഒപ്പം തന്നെ മറ്റ് ജാഥാംഗങ്ങളുണ്ട്. അവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. നാളത്തെ ആ ഒരു ധർണിയിൽ സുപ്രധാനമായിട്ടുള്ള സമുദായത്തിന്റെ നന്മയ്ക്കുതകുന്ന സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ഊട്ടിച്ചെ ഒഴികയിൽ അഡ്വക്കേറ്റ് ശ്രീ മനു, ഒപ്പം തന്നെ ശ്രീമതി ട്രീസ, 3 പേർക്കും നന്ദി.